രണ്ടും കെട്ടും നാലും കെട്ടും വേണ്ടി വന്നാൽ EMSന്റെ ഓളയും കെട്ടും മോളയും കെട്ടും. ഇത് 1985 കാലഘട്ടങ്ങളിൽ കേരളത്തിൽ പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ മുസ്ലിം ലീഗ് ഉയർത്തിയ ഒരു മുദ്രാവാക്യമാണ്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത് പറയുന്നത്, ഇതിനെന്താണ് ഇപ്പോൾ പ്രസക്തി എന്നായിരിക്കും പലരും ചിന്തിക്കുന്നത്. അതിലേക്കാണ് വരുന്നത്. ഞാൻ മുസ്തഫ കൈമരശ്ശേരി. വെൽക്കം ടു ആൾ ഇൻ വൺ. ഇത്തരത്തിലൊരു മുദ്രാവാക്യം വിളിക്കാൻ മുസ്ലിം ലീഗിനെ പ്രേരിപ്പിച്ച ഘടകം എന്താണ്? അത് ഷാബാനു ബീഗം കേസും അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുമാണ്. എന്താണ് ഷാബാനു ബീഗം കേസ് എന്നുള്ളത് പുതിയ തലമുറയിലെ പലർക്കും അറിയില്ല. അവർക്ക് വേണ്ടിയിട്ട് അതൊന്ന് ചെറുതായിട്ട് വിശദീകരിക്കാം. മധ്യപ്രദേശിലെ ഇൻഡോർ എന്ന് പറയുന്ന പ്രദേശത്തുള്ള ഒരു സ്ത്രീയുടെ പേരാണ് ഷാബാനു ബീഗം. ഷാബാനു ബീഗത്തിന് 5 മക്കളാണ്. 3 ആൺകുട്ടികളും 2 പെൺമക്കളും. അവരുടെ ഭർത്താവ് 1975 ഉപേക്ഷിച്ചു പോയി. ഭർത്താവിൻ്റെ പേര് മുഹമ്മദ് അഹമ്മദ് ഖാൻ. അദ്ദേഹം ഒരു വക്കീലാണെന്നാണ് എൻ്റെ ഓർമ്മ. എന്നാൽ 1978 അഥവാ ഉപേക്ഷിച്ച് പോയിട്ട് 3 വർഷം കഴിഞ്ഞപ്പോൾ അവർ ഭർത്താവിൽ നിന്ന് ചെലവിന് കിട്ടാൻ വേണ്ടി കോടതിയെ സമീപിച്ചു. തൻ്റെ മക്കൾക്കും തനിക്കും ഭർത്താവിൽ നിന്ന് ചെലവിന് കിട്ടണം, സംരക്ഷണം കിട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിച്ചു. കോടതി ഈ വാദം കേൾക്കുന്നതിനിടയിൽ ഈ ഭർത്താവ്, വക്കീൽ കൂടിയായുള്ള ഭർത്താവ് ഇവരെ മൊഴി ചൊല്ലി. എന്നിട്ട് അദ്ദേഹം കോടതിയിൽ വാദിച്ചത് മുസ്ലിം നിയമപ്രകാരം, ശരീഅത്ത് നിയമപ്രകാരം മൊഴി ചൊല്ലിയ, തലാഖ് ചൊല്ലിയ ഭാര്യയ്ക്കും അവരുടെ മക്കൾക്കും ചെലവിന് കൊടുക്കേണ്ടതില്ല എന്നാണ് അദ്ദേഹം വാദിച്ചത്. എന്നാൽ കോടതി ആ വാദം തള്ളി. ഇൻഡോർ കോടതി പറഞ്ഞു നിങ്ങൾ പ്രതിമാസം 25 രൂപ ചെലവിന് കൊടുക്കണം എന്ന് പറഞ്ഞു. എന്നാൽ ആ വാദം അംഗീകരിക്കാതെ അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി ഈ വാദം കേട്ടിട്ട് ഹൈക്കോടതി പറഞ്ഞു കീഴ്ക്കോടതിയുടെ വാദം ശരിവെച്ചു എന്ന് മാത്രമല്ല, കീഴ്ക്കോടതി പറഞ്ഞ 25 രൂപ പോരാ, 179 രൂപ മക്കൾക്കും ഭാര്യയ്ക്കുമായിട്ട് നിങ്ങൾ ചെലവിന് കൊടുക്കണം എന്ന് പറഞ്ഞു. അതുകൊണ്ടും അദ്ദേഹം അടങ്ങിയില്ല. അവിടുന്ന് മൂപ്പർ സുപ്രീം കോടതിയിൽ പോയി. ഷാബാനു ബീഗത്തിൻ്റെ മുൻ ഭർത്താവായിട്ടുള്ള മുഹമ്മദ് അഹമ്മദ് ഖാൻ. ഇവിടെയാണ് കേസിൻ്റെ ട്വിസ്റ്റ് വന്നത്. ഇവിടെ ഷാബാനു ബീഗത്തിനെതിരെ ഈ 5 മക്കൾക്ക് ചെലവിന് കൊടുക്കാൻ കഴിയില്ല, ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കാൻ കഴിയില്ല എന്ന് വാദിച്ച ഈ മുഹമ്മദ് അഹമ്മദ് ഖാൻ്റെ കൂടെ നിന്നു നമ്മുടെ മുസ്ലിം ലീഗും മുസ്ലിം വ്യക്തി നിയമ ബോർഡ് അടക്കമുള്ള ചില സംഘടനകളും. അവിടെ കേസിന് പുതിയ ദേശീയ മാനം കൈവരിക്കുന്നു. ഇത് പ്രമാദമായൊരു കേസായിട്ട് ഇന്ത്യയിൽ ചർച്ച ചെയ്തു. ഷാബാനു ബീഗത്തിന് അനുകൂലമായിട്ട് സുപ്രീം കോടതിയും വിധിച്ചു. സുപ്രീം കോടതി എന്തൊക്കെ കാര്യങ്ങൾ നോക്കിയെന്ന് അറിയോ? ഇവർ വാദിച്ചത്, മുസ്ലിം ലീഗും മുസ്ലിം വ്യക്തി നിയമ ബോർഡും അതുപോലെ തന്നെ ഷാബാനു ബീഗത്തിൻ്റെ മുൻ ഭർത്താവും ഒക്കെ വാദിച്ചത് ശരീഅത്തിൻ്റെ നിയമങ്ങൾക്ക് വിരുദ്ധമാണ് ഇത്തരത്തിലൊരു ഹൈക്കോടതി വിധി എന്നാണ്. എന്നാൽ കേസ് പരിഗണിക്കുമ്പോൾ ഖുർആൻ അടക്കം പരിശോധിച്ചു. ഖുർആനിലെ അൽ ബക്കറ എന്ന് പറയുന്ന 2-ാം അധ്യായത്തിലെ 240, 241 സൂക്തങ്ങൾ അത് പരിഭാഷ പരിശോധിച്ചുകൊണ്ട് കോടതി പറഞ്ഞു ഇതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, മത്താ എന്ന പദം കൃത്യമായിട്ട് വിവക്ഷിക്കുന്നത് ജീവിത വിഭവങ്ങൾ എന്നാണ്. ഭാര്യ, മൊഴി ചൊല്ലപ്പെട്ട ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് മരണപ്പെട്ട ഭാര്യയ്ക്കും അവരുടെ മക്കൾക്കുമൊക്കെ ഭർത്താവിൻ്റെ വീട്ടുകാരല്ലെങ്കിൽ ഭർത്താവ് ചെലവിന് കൊടുക്കണം എന്നുള്ളത് തന്നെയാണ്. വസ്ത്രം, ഭക്ഷണം, പാർപ്പിടം പോലുള്ള സൗകര്യങ്ങൾ ഒരുക്കാനുള്ള ബാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഈ ഖുർആൻ സൂക്തങ്ങൾ പറയുന്നത്. പക്ഷേ ഇതൊന്നും അംഗീകരിക്കാൻ മുസ്ലിം ലീഗോ ഷാബാനു ബീഗത്തിൻ്റെ ഭർത്താവോ ഈ കേസിൽ ഷാബാനു ബീഗത്തിനെതിരായിട്ട് നിന്ന മുസ്ലിം ലീഗോ തയ്യാറായില്ല. ഇതാണ് മുസ്ലിം ലീഗിനെ ചൊടിപ്പിച്ച് മുസ്ലിം ലീഗ് ഈ കോടതി വിധിക്കെതിരെ, സുപ്രീം കോടതി വിധിക്കെതിരെ അഥവാ ഷാബാനു ബീഗത്തിനെതിരെ, ഷാബാനു ബീഗം പോലുള്ള നിരവധി ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് സ്ത്രീകൾക്കെതിരെ, മൊഴി ചൊല്ലപ്പെട്ട സ്ത്രീകൾക്കെതിരെ ഒരു കാരുണ്യവുമില്ലാതെ ഇവരെയൊക്കെ ഉപേക്ഷിച്ച് തിരിഞ്ഞു നോക്കാത്ത ഭർത്താക്കന്മാർക്ക് അനുകൂലമായിട്ട് ശരീഅത്താണ് ഇത്, ശരീഅത്തിന് വിരുദ്ധമാണെന്ന് പറഞ്ഞിട്ട് തെരുവിലിറങ്ങി. സമരം പൊടിപൊടിച്ചു. സമ്മർദ്ദത്തിലാഴ്ത്തി കോൺഗ്രസ് ഗവൺമെൻറ്റിന്, അന്ന് രാജീവ് ഗാന്ധിയാണ് പ്രധാനമന്ത്രി, നിയമനിർമ്മാണം നടത്തണമെന്ന് പറഞ്ഞ് രാജീവ് ഗാന്ധി ഈ പറയുന്ന മുസ്ലിം ലീഗിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങിക്കൊണ്ട് നിയമനിർമ്മാണം നടത്തി. നിയമനിർമ്മാണത്തിൽ മറ്റു മതക്കാർക്കൊന്നും ഉള്ള പോലുള്ള ഈ വിധവകൾക്കുള്ള പരിരക്ഷ മുസ്ലിങ്ങൾക്ക് വേണ്ട എന്ന് തീരുമാനിക്കുന്ന രീതിയിൽ ഒരു നിയമം കൊണ്ടുവന്നു. നിയമത്തിൻ്റെ പേരൊക്കെ ഭയങ്കര രസമാണ്, മുസ്ലിം സ്ത്രീ സംരക്ഷണ നിയമം, അങ്ങനെ എന്തുകൊണ്ടാണ് പേര്. പക്ഷേ യഥാർത്ഥത്തിൽ ഹിദ്ദ കാലയളവ് അഥവാ 3 മാസം മാത്രമേ ഈ ചെലവിന് കൊടുക്കാനുള്ള ബാധ്യത ഭർത്താവിനുള്ളൂ എന്നാണ് ഈ നിയമനിർമ്മാണത്തിലൂടെ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നത്. ആ കാലഘട്ടത്തിൽ, ഈ കോടതി വിധി വന്ന കാലഘട്ടത്തിൽ EMSനോട് ഇതുമായി ബന്ധപ്പെട്ട ഒരു അഭിപ്രായം ചോദിച്ചപ്പോൾ EMS ശരീഅത്തിനെതിരായി സംസാരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് കേരളത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ രണ്ടും കെട്ടും നാലും കെട്ടും EMSൻ്റെ ഓളയും കെട്ടും മോളയും കെട്ടും എന്ന് പറഞ്ഞ മുദ്രാവാക്യം മുസ്ലിം ലീഗ് വിളിച്ചത്. ഇത് ഇപ്പോൾ പറയാനുള്ള കാരണം എന്താണ്?
ശരീഅത്താണല്ലോ പ്രശ്നം. ശരീഅത്ത് എന്ന് പറഞ്ഞാൽ മുസ്ലിം നിയമങ്ങളാണ്. മുസ്ലിം ക്രിമിനൽ നിയമങ്ങളായാലും മുസ്ലിം സിവിൽ നിയമങ്ങളെ ആകെ പറയുന്ന പേരാണ് ശരീഅത്ത്. 1985 ഈ പറയുന്ന കണ്ണ് ചോരയില്ലാത്ത ഭർത്താവിന് അനുകൂലമായിട്ട് അഥവാ ഈ മൊഴി ചൊല്ലപ്പെട്ട സ്ത്രീക്കെതിരായിട്ട് മുസ്ലിം ലീഗ് ഉറപ്പിച്ചപ്പോൾ ഇന്ന് ഈ ശരീഅത്ത് ഒന്നുകൂടി തുറന്ന് ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇന്ന് മുസ്ലിം ലീഗിൻ്റെ MLA മാർ, മുൻ മന്ത്രിമാരടക്കം 3 പേര് നമ്മുടെ മുമ്പിൽ നിരന്നു നിൽക്കുക. എന്തൊക്കെയാണ് കേസുകൾ? ഒന്ന്, MC കമറുദ്ദീൻ 150 കോടി രൂപയുടെ പറ്റിക്കലാണ് നടത്തിയിട്ടുള്ളത്. ആരെയാണ് പറ്റിച്ചിട്ടുള്ളത്? മുസ്ലിം ലീഗുകാരായിട്ടുള്ള ആളുകൾ. അതിലൊരാൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് പറഞ്ഞു നോക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോയി. ആ സ്ത്രീക്ക് ഭർത്താവ് മൊഴി ചൊല്ലിയപ്പോൾ കിട്ടിയ ജീവനാംശ തുകയാണ് 8 ലക്ഷം രൂപ. ആ 8 ലക്ഷം രൂപയാണ് അടിച്ചുകൊണ്ട് പോയത്. നോക്കണം, ഈ ജീവനാംശം കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് കേസ് നടത്തിയ ടീമാണ്, നിയമനിർമ്മാണം നടത്തിയവരാണ് ജീവനാംശം വരെ അടിച്ചുകൊണ്ട് പോയത്. അതുകൊണ്ടാണ് ഇന്ന് ഈ വിഷയം പ്രസക്തമായി എന്ന് എനിക്ക് തോന്നിയത്. രണ്ടാമത്തെ കാര്യം, ഇവിടെ കളവ് നടത്തുകയാണ്. ആരൊക്കെ? MC കമറുദ്ദീൻ മാത്രമല്ല, KM ഷാജി MLA 25 ലക്ഷം രൂപ കോഴ വാങ്ങിയെന്നാണ് കേസ്. എന്നാൽ കേസ് അന്വേഷിച്ച് പോയ അന്വേഷണ ഏജൻസികൾ ഞെട്ടിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം കണ്ടിട്ട്. ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്ക് കോടിക്കണക്കിന് രൂപയുടെ സമ്പാദ്യം അനധികൃതമായിട്ട് കുമിഞ്ഞു കൂടിയതായിട്ടാണ് അദ്ദേഹത്തിൻ്റെ വസ്തുവകകളുടെ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ കാണുന്നത്. മൂന്നാമത്, ഒരു മുൻ മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ്, മുസ്ലിം ലീഗിൻ്റെ നേതാവാണ്. ഈ നിമിഷം വരെ മുസ്ലിം ലീഗ് ഒരു നടപടിയും സ്വീകരിച്ചില്ല. കുറ്റകരമായ നാസ്ത പാലം പണിയിൽ കാണിച്ചു. ആ പാലാരിവട്ടം പാലത്തിലൂടെ ഒരു ഓട്ടോറിക്ഷ പോലും കയറാൻ പാടില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞു. ആ പാലം പൊളിച്ചു. ആരുടേതാ പാലം? നമ്മുടെയൊക്കെ നികുതി പണം കൊണ്ടുണ്ടാക്കിയ പാലം. ഇത്തരത്തിലുള്ള മന്ത്രിമാരെയും മുൻ മന്ത്രിമാരെയും MLA-മാരെയും സംരക്ഷിക്കാനാണ് മുസ്ലിം ലീഗ് കഴിഞ്ഞ ദിവസം ചേർന്ന കമ്മിറ്റിയിൽ തീരുമാനിച്ചത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരീഅത്ത് നിയമപ്രകാരം കട്ടവൻ്റെ കൈവെട്ടണം എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. എൻ്റെ മകൾ ഫാത്തിമ, ഒരുപക്ഷെ റസൂലിന് ഏറ്റവും പ്രിയപ്പെട്ട മകളായിരുന്നു ഫാത്തിമ. എൻ്റെ മകൾ ഫാത്തിമയാണ് കട്ടതെങ്കിൽ ആ ഫാത്തിമയുടെ കൈ ഞാൻ വെട്ടും എന്ന് പറഞ്ഞ പ്രവാചകൻ്റെ ഈ പറയുന്ന ശരീഅത്ത് നിയമത്തെ മുസ്ലിം ലീഗിന് ഇപ്പോൾ വേണ്ട. പകരം 4 പെണ്ണ് കെട്ടാനും തോന്നുന്ന സമയത്ത് മൊഴി ചൊല്ലാനും മൊഴി ചൊല്ലിയ പെണ്ണിന് ചെലവിന് കൊടുക്കാതിരിക്കാനും വേണ്ടി EMS-നെ തെറി പറയാൻ മുസ്ലിം ലീഗിന് ഈ ശരീഅത്ത് വേണ്ടിയിരുന്നു. കട്ടവൻ്റെ കൈവെട്ടുന്ന കാര്യത്തിൽ മാത്രമല്ല, ശരീഅത്ത് അവിടെയും അവസാനിക്കുന്നില്ല. പലിശയുമായി ബന്ധപ്പെട്ട് ഇസ്ലാം കൃത്യമായ ചില കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഖുറാനിൽ തന്നെ നിങ്ങൾക്ക് കച്ചവടമാകാം, എന്നാൽ പലിശ അരുത് എന്ന് ഖുറാനിൽ കൃത്യമായി പറയുന്നുണ്ട്. ഖുറാനെ മാത്രം ബേസ് ചെയ്തിട്ടില്ല ഇസ്ലാമിക നിയമങ്ങൾ, അത് ഹദീസുകളെ കൂടി ബേസ് ചെയ്തിട്ട്. ഹദീസിൽ നിരവധി ഹദീസുകൾ പലിശയുമായി ബന്ധപ്പെട്ട ഹദീസുകളുണ്ട്. അതിലൊന്ന് മാത്രം പറയാം. പലിശയെ 70 ഭാഗങ്ങളാക്കിയിരിക്കുന്നു. അതിലേറ്റവും ലഘുവായ ഏറ്റവും ലളിതമായ ഭാഗം സ്വന്തം മാതാവിനെ വ്യഭിചരിക്കുന്നതിന് തുല്യമാണ് എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം മതം. എന്നാൽ മുസ്ലിം ലീഗ് ഇവിടെ നോക്കൂ, ഈ കേരളത്തിൽ പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ എത്ര ബാങ്കുകൾ ഭരിക്കുന്നുണ്ട്. ഞാൻ മലപ്പുറം ജില്ലക്കാരനാണ്. മലപ്പുറം ജില്ലയിലെ MDC ബാങ്ക് അടക്കമുള്ള ഈ പലിശ സ്ഥാപനങ്ങൾ ഭരിക്കുന്നത് മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റുമാർ, ഡയറക്ടർമാരുമാണ് അവിടെ മഹാഭൂരിപക്ഷം ബാങ്കുകളും ഭരിക്കുന്നത്. അവർക്കപ്പോൾ ഈ ശരീഅത്ത് നിയമം ബാധകമേ അല്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, മുസ്ലിം ലീഗിന് എപ്പോൾ മതം ആവശ്യമുണ്ടോ ആ സമയത്ത് മാത്രം ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. അധികാരത്തിൽ കയറാനുള്ള ചവിട്ടുപടി മാത്രമാണ് മുസ്ലിം ലീഗിന് മതം. അധികാരത്തിൽ കയറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മതം ആവശ്യമില്ല അവർക്ക്. പുതിയ കാലഘട്ടത്തിൽ തെരഞ്ഞെടുപ്പുകൾ, 2 തെരഞ്ഞെടുപ്പുകൾ നമ്മുടെ പടിവാതിക്കൽ വന്ന് നിൽക്കുക. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്, അതേപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ കൃത്യമായിട്ട് മുസ്ലിം ലീഗ് വളരെ സമർത്ഥമായിട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് മതവും മതവികാരവും. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത്. നിങ്ങൾ തീർച്ചയായിട്ടും മുസ്ലിം ലീഗിൻ്റെ ഈ കപടമുഖം ജനങ്ങളിലേക്ക് എത്തിക്കണം. അവർക്ക് അധികാരത്തിൽ കയറാനുള്ള ഒരു ഫുഡ് സ്റ്റെപ്പ് മാത്രമാണ് മതം. ആ മതത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ എത്തുകയും അധികാരത്തിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മതം എന്താണോ പറഞ്ഞത് അതിന് ഘടകവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്നവരെ പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് കട്ട പിന്തുണ കൊടുക്കുകയും ചെയ്യുന്ന ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്ന് നാം തിരിച്ചറിയണം. ഇനി നമ്മൾ ശരീഅത്ത് വിവാദവും അതേപോലെ തന്നെ ഈ മുസ്ലിം നിയമങ്ങളൊക്കെ പറയുന്ന കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മൾ ട്രിപ്പിൾ തലാഖ് എന്ന് കേട്ടിട്ടുണ്ടല്ലോ, മുത്തലാഖ് വലിയ വിവാദമായതാണ്. കമ്മ്യൂണിസ്റ്റ്, നിങ്ങളിതെങ്ങനെ പറയുക, കമ്മ്യൂണിസ്റ്റുകാർ ട്രിപ്പിൾ തലാഖിനെതിരല്ലേ? ഒരു തർക്കവുമില്ല. കമ്മ്യൂണിസ്റ്റുകാർ മാത്രമല്ല, മുസ്ലിം ലോകം തന്നെ ശരീഅത്തിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തുന്ന കാലഘട്ടത്തിലാണ്. ഇപ്പം മാത്രമല്ല, ഞാൻ 1-2 കാര്യങ്ങൾ പറയാം. ഏറ്റവും നല്ല ഭരണാധികാരി ആരായിരുന്നു പ്രവാചകന് ശേഷം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മുസ്ലിം ലോകത്തിന് ഒരു ഉത്തരവേ ഉണ്ടാവുള്ളൂ. നീതിമാനായ ഭരണാധികാരിയായിട്ട് മുസ്ലിം ലോകം ഉയർത്തി കാണിക്കുന്നത് ഖലീഫ ഉമർ ബിൻ ഹത്താബിനെയാണ്. ഉമർ ബിൻ ഹത്താബിൻ്റെ കാലത്ത് അദ്ദേഹത്തിൻ്റെ സന്നിധിയിൽ ഒരു കേസ് വന്നു, കളവ് കേസ്. സാക്ഷികളെതിരായിരുന്നു. അദ്ദേഹം കുറ്റം സമ്മതിച്ചു.
പിടിക്കപ്പെട്ട വ്യക്തി കുറ്റം സമ്മതിച്ചു. അതോടുകൂടി കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ കൈവെട്ടുക എന്നുള്ളതാണ് ആ സദസ്സിന് പിന്നെ ചെയ്യാനുള്ളത്. പക്ഷേ അവിടെ ഖലീഫ ഉമർ അദ്ദേഹത്തോട് മറ്റൊരു ചോദ്യം ചോദിച്ചു, നിങ്ങൾ എന്തിനാ കട്ടതെന്ന്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് വിശന്നിട്ടാണ് കട്ടത്, ഭക്ഷണം മോഷ്ടിച്ചതിനാണ്, എനിക്ക് വിശന്നിട്ടാണ് കട്ടതെന്ന്. ആ ഖലീഫ കുറച്ചു നേരം മിണ്ടാണ്ട് നിന്നു. എന്നിട്ട് ആ സദസ്സിനോട് നോക്കി ചോദിച്ചു, സ്വന്തം പ്രജയുടെ, താനൊരു ഭരണാധികാരിയാണല്ലോ, സ്വന്തം പ്രജയുടെ വിശപ്പ് മാറ്റാൻ കഴിയാത്ത ഭരണാധികാരിക്ക് ഈ ശരീഅത്ത് നിയമത്തിൽ എന്ത് ശിക്ഷയാണുള്ളതെന്ന്. ആ സദസ്സ് മിണ്ടിയില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാനിവിടെ ഒരു നിയമ ഭേദഗതി നടത്തുകയാണ്. വിശപ്പ് മൂലം ഭക്ഷണം മോഷ്ടിച്ച ഒരാളുടെയും കൈ ഇനി വെട്ടേണ്ടതില്ല. അത് മാത്രമല്ല അദ്ദേഹം പറഞ്ഞത്, അറിവ് സമ്പാദിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പുസ്തകങ്ങൾ മോഷ്ടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനും കൈ വെട്ടേണ്ടതില്ല എന്നുള്ള നിയമം ഭേദഗതി ചെയ്തു ആ സദസ്സിൽ. അവിടെയും നിന്നില്ല. കാലങ്ങൾക്കിപ്പുറം അടുത്ത കാലത്താണ് ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്ത വന്നത്. ഖലീജി ടൈംസിൽ ഈ വാർത്ത വരുന്നു, ട്രിപ്പിൾ തലാക്ക് നിയമം മൂലം നിരോധിച്ചിരുന്നു, അബോളിഷ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഏതൊക്കെ രാജ്യങ്ങളിൽ? മുസ്ലിം രാജ്യങ്ങൾ, 19ഓളം മുസ്ലിം രാജ്യങ്ങളിൽ. ഈ വാർത്ത വന്നതിന് ശേഷവും മറ്റ് പല മുസ്ലിം രാജ്യങ്ങളിലും ട്രിപ്പിൾ തലാക്ക് നിയമം മൂലം നിരോധിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ പരിമിതമായ അറിവ്. അതുകൊണ്ട് ട്രിപ്പിൾ തലാക്ക് എന്നുള്ളത് ഒരു പ്രാകൃത നിയമമാണ് എന്നുള്ളത് ഇസ്ലാമിക ലോകത്തിന് തന്നെ ബോധ്യപ്പെട്ടതാണ്. അതുകൊണ്ട് അതിനെ ഇവിടെ കമ്മ്യൂണിസ്റ്റുകാർ എതിർത്തു. പക്ഷേ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുൻപ് ട്രിപ്പിൾ തലാക്ക് വീണ്ടും ചർച്ചയായത് എന്താണ്? അത് ട്രിപ്പിൾ തലാക്കിനെ ഒരു ക്രിമിനൽ നിയമമാക്കാനുള്ള BJPയുടെ തന്ത്രത്തെയാണ് ഇടതുപക്ഷം എതിർത്തത്. അന്ന് അങ്ങനെ ഒരു ബില്ല് കൊണ്ടുവന്നപ്പോൾ ആരെങ്കിലും ഒരു സ്ത്രീ പറയുകയാണ്, എൻ്റെ ഭർത്താവ് എന്നെ 3 മൊഴി ഒന്നിച്ചാ ചൊല്ലി എന്ന് പറഞ്ഞെങ്കിൽ ആ ഭർത്താവിനെ പിടിച്ച് 3 കൊല്ലം ജയിലിലിടാനുള്ള ഒരു നിയമമാക്കിയിട്ടാണ് അത് കൊണ്ടുവന്നത്. അതിനെ കൃത്യമായിട്ട് ഇടതുപക്ഷം എതിർത്തിട്ടുണ്ട്. എന്നാൽ ആ എതിർപ്പിന് പോലും മുസ്ലിം ലീഗ് ഉണ്ടായിരുന്നില്ല. അവിടെ മുസ്ലിം ലീഗിന് ബിരിയാണിയാണോ ട്രിപ്പിൾ തലാക്കാണോ വലുതെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് ബിരിയാണി മതി എന്ന് പറഞ്ഞിട്ട് ബിരിയാണി കഴിക്കാൻ പോയവരാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, മുസ്ലിം ലീഗിന് എല്ലാ കാലത്തും മതം അവർക്ക് ഈ അധികാരത്തിലേക്ക് ചവിട്ടിക്കയറാനുള്ള ഒരു ഉപാധി മാത്രമാണ്. ഇത് നമ്മൾ തിരിച്ചറിയണം, പ്രചരിപ്പിക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെയായിട്ട് ചുവന്ന അക്ഷരത്തിൽ സബ്സ്ക്രൈബ് എന്ന് കാണുന്നുണ്ട്, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയിട്ട് ആൾ എന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതേപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ശുഭദിനം.